السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ടു അൽഹംദുലില്ലാഹ് ഈ ആണ്ടത്തെ ഒരു നോമ്പും കൂടി പിടിക്കുകയും ഞങ്ങൾക്കൊരു അവകാശം കിട്ടിയത്. അൽഹംദുലില്ലാഹ് പഠിച്ചോണു ഞങ്ങൾക്ക് കൽപ്പിച്ചതായ ഈ നോമ്പു ഞങ്ങൾ മാത്രമേ അല്ല, ദുനിയാവിലും ഉള്ളതായ നാനാ ഭാഗത്തുള്ളതായ മുസ്ലിമീങ്ങ ഈ ഒരു തിങ്കളിൽ നോമ്പ് പിടിക്കുക തയ്യാറായിട്ടുള്ളവർ ഇപ്പോൾ അത് സ്റ്റാർട്ടായിട്ടും ഇക്കറ്. കാരണം എന്തേ, അള്ളാഹു ഈ ആയത്ത് മുഖേന ഞങ്ങൾക്ക് പഠിപ്പാട്ടി തൻ്റെ യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസിയായ ആൽമാരെ, കുത്തിബ അലൈക്കും സിയാമു, ഞങ്ങൾ നിങ്ങളെ മേൽ ഈ നോമ്പെ കഡ്ഡായാക്കിര. എങ്ങനെ? കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് കഴിഞ്ഞു പോയതായ പണ്ടത്തെ ആൾമാർക്ക് നോമ്പ് കഡ്ഡായാക്കിയത് പോലുമേ നിങ്ങൾക്കും ഈ നോമ്പിടെ ഞങ്ങൾ കഡ്ഡായാക്കിരാറുണ്ട്. അപ്പം ഈ നോമ്പ് ചൊല്ലത് ഞങ്ങൾക്കൊരു പുതിയതൊന്നുമല്ല. പഠിച്ചോണ്ട് പണ്ടേ ആൾമാർക്ക് പഠിപ്പാട്ടിയതായ ഒരു ഇബാദത്തെത്തിക്കിടും. ഇതിനെ ഞങ്ങൾ ഉണ്ട് അതിനെ ഇബാദത്തായിട്ട് എടുത്തോണ്ടുള്ള ഇന്ന് കിയാമൻ നാൾ തോറും ഈ നോമ്പ് എല്ലാ മുസ്ലിമീങ്ങളെ മേലും ഫർലായിത്തിക്കിടുന്നത്. അപ്പോൾ ഈ നോമ്പ് ഞങ്ങൾ പിടിക്കുമ്പോഴത്തേക്കും ഈ നോമ്പിൻ്റെ അർത്ഥം എന്തിനെ, ഫജിറിൽ ബാങ്കിനെ പിടിച്ചിട്ട് മഗ്രിബ് ബാങ്ക് തോലു പൈച്ചിട്ട് തയ്ക്കുന്നതായ പേരെത്തിക്കിற നോമ്പ് ചൊന്നെങ്കിൽ ഒരിക്കലുമല്ല സഹോദരന്മാർ. ഇതിൽ ഞങ്ങൾക്ക് പൈച്ച് തയ്ക്കുന്ന ബണ്ട് താഴ്ച തയ്ക്കുന്ന ബണ്ട് ഇത് നോമ്പിടെ ഒരു ഭാഗത്തിക്കറ്. അതല്ലാത്ത ഞങ്ങളെ പൈച്ചിത്ത് താഴ്ചിത്ത് ദൈപ്പാടിത്ത് പഠിച്ചോണുക എന്തൊരു ഇബാദത്ത് എടുപ്പാടിത്ത് ഞങ്ങളെ കൊണ്ടു പഠിച്ചോണുക ഒരു കൊശിയാവിടുതല്ല. അങ്ങനത്തെ ഒരു ആവശ്യകത്വം പഠിച്ചോണിക്കില്ല. പിന്നെങ്ങനെ തിക്കിട്? അതല്ലെങ്കിൽ ഇങ്ങനെ കുറേ ആൾ ചെല്ലാറ് പാവത്തങ്ങളെ പസിടെ പരിഗണിക്കോപെന്നത്തെ തിക്കിട് ഈ നോമ്പ് പഠിച്ചോണു ഞങ്ങൾക്ക് കഡ്ഡായാക്കിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഞങ്ങൾ പണ്ടത്തെ കാലഘട്ടം നോക്കിയെന്തായെങ്കിൽ ഈ നോമ്പ് കഡ്ഡായാവിടെ കാലഘട്ടം ഞങ്ങൾ നോക്കിയെന്തായെങ്കിൽ അണ്ട് പട്നിയുടെ മേലെ പട്നി തിങ്കൾ കട്ടിലെ ചോറിനಂತೆ കുടിക്കോകില്ല ಅಂತ ചെയ്യിച്ചതായ മനുഷ്യന്മാർ അണ്ടത്തെ കാലത്തിൽ നിന്നാറ്. ആ സന്ദർഭത്തിലായിത്തിക്കിട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പിടെ കഡ്ഡായാക്കിയത്. ഇങ്ങനെ തിക്കുമ്പത്തു ഞങ്ങൾക്ക് ഇതിൽ എന്തിനെ മനസ്സിലാക്കാൻ സാധ്യമാവുള്ളൂ? ഈ നോമ്പ് പൈച്ചിത്ത് ദയിക്കോന്നല്ല, അല്ലെങ്കിൽ പാവത്തെ ആൾമാരെ പസിരെ പരിഗണിക്കോ ಬೇನೈತಲ್ಲ, അതിനെ ഹയലാക്കോ ಬೇನೈತಲ್ಲ നോമ്പ് ചൊന്നിട്ട് ഞങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധ്യമാവുള്ളൂ. പിന്നെ എന്തിനീ കൈത്തിക്കറ് ഈ നോമ്പ് പഠിച്ചോണ്ട് ഞങ്ങളെ മേൽ കഡ്ഡായാക്കിയത്? അതേ ആയത്തിൽ ലാസ്റ്റിൽ പഠിച്ചോണ്ട് ചൊല്ലത് ലഅല്ലക്കും തത്തഖൂൻ ചൊന്നിട്ടു, നിങ്ങൾ തക്വ ഉള്ളതായ ആൾമാർ ആവോ ಬೇನೈತು ಅಂತ നോക്കോ. തക്വ ഉള്ള ആൾമാർ ആവാറ് ചൊന്നല്ല അവിടെ ചൊന്നേ ആവോക ಬೇನೈತು ಅಂತ. അപ്പം ഞങ്ങൾ ഇവിടെ മനസ്സിലാക്കൂല്ലേ? അപ്പം ഈ നോമ്പിൽ ഒരു തക്വ ചൊല്ലതായ ഒരു വിഷയം ഇതിൽ പഠിച്ചോണ്ട് ഞങ്ങൾക്ക് എടുത്തു കാട്ടുക. അപ്പം ആ തക്വ ചൊന്നെ എങ്ങനെ ഒർക്ക ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുടെ സദസ്സിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുരൊಟ್ಟಿಗೆ ಕೇಕ್ರು. ಅದು ಎಂದ್ರೆ ಚೊನ್ನಂತಾಯಂಗೆ ತಕ್ವಾ ಚೊನ್ನಂತಾಯಂಗೆ ಅಂದರೆ ಚೊಂತು ಉಮರ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಅಯ್ಯಲ್ಲ ಮಟ್ಟ ಕೇಕಡೆ ಇನ್ನೊಂದು ಸಹಾಬಿ ರೊಟ್ಟಿಗೆ. ಅಪ್ಪ ಆ ಸಹಾಬಿ ಉಮರ್ ಖತ್ತಾಬ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹುರೊಟ್ಟಿಗೆ ತಿರ್ಚಿತ್ ಕೇಕಡೆ. ಇಪ್ಪ ഒരു ವೇಳೆ ഒരു അരണ്യ പ്രദേശം അല്ലെങ്കിൽ ഗുഡ്ഡകാട് പ്രദേശത്തിൽ ഇപ്പം നടന്നിട്ട് പോകേണ്ടി വന്നെന്തായെങ്കിൽ അല്ലെങ്കിൽ അതിൽ ഞങ്ങൾ കടന്നിട്ട് പോകേണ്ടെന്തായെങ്കിൽ ഞങ്ങളെ അവസ്ഥ എങ്ങനെ എത്തിക്കൂ? ഞങ്ങൾ എങ്ങനെ അതിനെ ഞങ്ങൾ മെയിൻറ്റെയിൻ ആക്കിയിട്ട് മുന്നോട്ട് പോകണ്ട? അപ്പോൾ അയാൾ ചൊല്ലു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലു,
ഞങ്ങൾ ചെമ്മ ജാഗ്രത ആക്കുക. കാരണം ചെന്ന ഗുഡ്ഡേ ചെന്നാൽ പിന്നെ അവിടെ മുള്ളു ഇക്കു, കല്ലു ഇക്കു, മൃഗവസ്തിക്ക്, അതേപോലെ വിഷ ജന്തു, ഇങ്ങനെ ಬೇರೆ ಬೇರೆ ನಮ್ಮಂತೆ ಡೇಂಜರಸ್ ಅವಿಡುತ್ತೆ ವಸ್ತುನ അവിടെ ഞങ്ങൾ എന്താക്കോ സാധ്യ അവിടെ ഫേസ് ആക്കോ സാധിക്കൂ. അപ്പം ആ സന്ദർഭത്തിൽ എല്ലാം ഞങ്ങൾ എന്താക്കുക ചെമ്മ സൂക്ഷ്മമായിട്ട് ഞങ്ങളെ തടിയിടും, ഞങ്ങളെ കാലിടും എല്ലാം നമ്മത്തുള്ള ഞങ്ങൾ ജാഗ്രത ആക്കിയിട്ട് ആ ഗുഡിൽ നിന്ന് ഞങ്ങൾ കടന്നു പോണ്ട. അപ്പം ഇതിനെ കേട്ടതായ സഹാബി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചൊല്ലു. അപ്പം ഇതೈತಿക്കിട് തഖ്വ ചൊല്ಲು. ഈ തഖ്വ ಐತಿക്കിട് ഞങ്ങളെ ಜೀವನത്തിൽ ഞങ്ങൾ ಪಾಲನೆ ಹಾಕೊಂಡು ಐತಿക്കിട് ಚೊಂತು. അതേപോലെ ഒർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ಲು, കും ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ ചൊല്ಲು. ബുഖാരി റിപ്പോർട്ട് ആക്കിയതായ ഹദീസ് ಐತಿക്കിട് നിങ്ങ ಐತು ಬೇನು എങ്ങനെ ಐತು ಬೇನು കഅന്നക ഗരീബ്, നീ ഒരു അപരിചിത ഒരു അജ്നബി ആളെ പോലെ നിങ്ങൾ ഈ ദുനിയാവിൽ ಐತು ಬೇನು. അപ്പൊ ഈ അജ്നബി ഒരുത്ത ആവണಂತಾയെങ്കിൽ അവന്റെ സ്വന്തം ರಾಯത്തിൽ നിന്നಂತಾയെങ്കിൽ ಅವನು ಅಜ್ನಬಿ ആവില്ല. ഞങ്ങൾ ഇപ്പം ಇನ್ನೊಂದು ರಾಯത്തിಗೆ ഞങ്ങൾ പോയിത്താ ಮತ್ತು ഞങ്ങൾ എന്താ അവിടെ അജ്നബി അവിടെ ഞങ്ങൾക്ക് ആ മാഹോളിന്റെ സിറ്റുവേഷൻ ಎಂದ್ರೆ ചൊന്ത് ഞങ്ങൾക്ക് പിടിക്കില്ല, സമാത്തിൽ എല്ലാം ഞങ്ങൾക്ക് പിടിക്കില്ല. ആ സന്ദർഭത്തിൽ ഞങ്ങൾ ಇನ್ನೊರ್ത്തിട്ട് കേട്ട് അവിടെ എന്താക്കണം ഞങ്ങൾ ജീവന മുന്നോട്ട്. അതേപോലെ എത്തിക്കണം ഞങ്ങളെ ഈ ദുനിയാവുള്ളതായ ജീവന ജന്തു ഇതിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യത. അതേപോലെ ആബിറു സബീൽ ചൊന്നിട്ട് പ്രയാണിക ഒരു ದಾರಿ ಹೋಕ. ഈ പ്രയാಣ ഇല്ലാത്ത ഓർത്ത പ്രയാണിക ആവാൻ സാധ്യമില്ല. അപ്പം അവൻ്റെ പ്രയാണത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടു അതെല്ലാം അവനിക്ക് എന്തായിത്തിക്കിട് സഹിക്കണം എത്തിക്കിട് എന്നെങ്കിൽ മാത്രമേ അവൻ്റെ ടാർഗറ്റ് കംപ്ലീറ്റ് ആവിടെ, അവൻ്റെ ഉദ്ദേശം അവിടെ പൂർത്തിയാവിടെ. ഇല്ലാന്തായെങ്കിൽ അവനും അവിടെ കുടുങ്ങിത്ത് പോണ്ടാണ്. അപ്പം ഇത് രണ്ട് ഉദാഹരണം ಮೂಲಕ ഞങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഇതിനെ പ്രാക്ടിക്കലായിട്ട് ഞങ്ങൾ എങ്ങനെ ഇതിനെ ഉപയോഗ ആക്കരേ, ഇതിനെ പ്രയോഗം എങ്ങനെ അതൈത്തിക്കിട് ഞങ്ങൾ ഈ തഖ്വത്തെ ഡെഫിനിഷൻ മനസ്സിലാക്കുന്നത്. അതായത് അള്ളാഹുടെ റസൂലും പഠിപ്പാട്ടിയതായ ഏതൊരു അമലുണ്ട, ഏതൊരു ഇബാദത്തുണ്ട, ഏതൊരു കാര്യമുണ്ട സ്വർഗത്തെ ആഗ്രഹിച്ചിട്ട് സ്വർഗത്തെ പിരിസബിച്ചിട്ട് ഞങ്ങൾ എന്താക്കണേ ആ ഇബാദത്തിൽ എടുക്കണേ, ആ അമലിൽ എടുക്കണേ. അതേപോലെ അള്ളാഹു റസൂലും വിരോധിച്ചതായ ഏതെല്ലാം കാര്യമുണ്ട നരകത്തെ പേടിച്ചിട്ട് അതിൽ നിന്ന് ദൂരം നിൽക്കണേ, അല്ലെങ്കിൽ വിട്ടു നിൽക്കണേ. ഇതൈത്തിക്കിട് ആക്ച്വലി തഖ്വ ചൊന്നಂತಾയി സഹോദരന്മാരെ. അപ്പം തഖ്വ ചൊന്നಂತಾയി ഇതೈತಿക്കിട്. അപ്പം ഇതിനെ ഒരു തയ്യാറി ചൊല്ലെ ഒരു ഇബാദത്തൈത്തിക്കിട് പഠിച്ചോണ്ട് ഞങ്ങൾക്ക് നോമ്പ് മുഖാന്തര ഞങ്ങൾക്ക് പഠിപ്പാട്ടി തണ്ടേ. ഈ നോമ്പുಲು ഞങ്ങൾ എന്ത് വേണു ആ തഖ്വ ഞങ്ങൾ എടുത്തിട്ട് വേണു. അപ്പം അങ്ങനത്തെ ഒരു തഖ്വ ഈ നോമ്പിൽ ഉണ്ടാകുന്ന ಅದಕ್ಕೆ ചെമ്മ നമുക്ക് പ്രാധാന്യത്തെ ഉണ്ടല്ലേ. അതെന്തേ അത് ഓർക്ക. ഞാൻ ഒരു അബു ഉമാമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടിಗೆ അവർക്ക് കേൾക്കിട്, യാ റസൂലല്ലാഹ് നക്കൊരു ഒരു അമൽ ഒരു ഇബാദത്ത് അങ്ങനത്തെ ഒരു ഇബാദത്തിനൊക്കെ നിങ്ങൾ ചൊല്ലുത്താറു. കാരണം എന്തേ ആ ഇബാദത്തിന്റെ കാരണത്തിൽ നക്ക് സ്വർഗത്തേക്ക് പോകണു ചൊല്ലും. അപ്പം സ്വർഗത്തേക്ക് പോകണതായ ഒരു അമൽ നക്ക് നിങ്ങൾ പഠിപ്പാടി തരണുണ്ട്. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, അലൈക ബിസ്സൗം, നീ നോമ്പ് പിടി, ഫഇന്നഹു ലാ ഇദ്ല ലഹു, ഈ നോമ്പുക്ക് സമാനമായ ഒരു ഇബാദത്തും എന്തില്ല ഈ ദുനിയാവിലില്ല എന്ന്. അപ്പം അത്തരം ഒരു പ്രാധാന്യമുള്ളതായ ഒരു ഇബാദത്തെ തിക്കറി നോമ്പ് ചൊന്നിട്ടായെങ്കിൽ അതേപോലെ പഠിച്ചോണു ഞങ്ങൾക്ക് ഈ നോമ്പ് പിടിക്കണു വേനത്ത് സപ്പോർട്ടാക്കിയതായ വേറൊരു ഹദീസ് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ഇദാ ജാ റമദാൻ, റമദാൻ തിങ്കൾ ಬಂದೆಂತಾയെങ്കിൽ സ്വർഗത്തെ എല്ലാ ബായിലും തുറക്കപ്പെട്ടു. അതേപോലെ നരകത്തെ എല്ലാ ബായിലും ബന്ധാക്കിടുക. ശൈത്താന്മാരെ എല്ലാ ശൈത്താന്മാരും ബന്ധാക്കിട്ട് വയ്ക്കുന്നത്. അപ്പം ഇതിൽ ഞങ്ങൾക്ക് പഠിച്ചോണു ഞങ്ങൾക്ക് നോമ്പ് പിടിക്കുക പ്രേരണ തന്നെ ശൈത്താന്മാരില്ല. അപ്പം എന്ത് നമ്മത്തിലും നല്ല നമ്മത്തിലും ഞങ്ങൾക്ക് എന്താക്കാം ഈ നോമ്പ് ഞങ്ങൾക്ക് പിടിക്കുക സാധ്യമുള്ളൂ. അപ്പം ആ നോമ്പ് പിടിക്കണമെന്നായെങ്കിൽ ഞങ്ങൾ എന്തിനു വേണു ഞങ്ങൾ ഇതിൽ തഖ്വ ഉണ്ടാക്കിത്തെടുക്കണു. ഇപ്പം ഈ നോമ്പ് ഞങ്ങൾ സമൂഹ മധ്യത്തിൽ ഞങ്ങൾ നോമ്പ് പിടിക്കുമ്പോഴത്തേക്കും ഞങ്ങളെ ബൈത്തിക്ക് മാത്രം നോമ്പൈത്തില്ല, ഞങ്ങളെ കണ്ണുകും നോമ്പൈത്ത് ಬೇನು, ഞങ്ങളെ കാതുകും നോമ്പൈത്ത് ಬೇನು, ഞങ്ങളെ കൈ കാലുകും എല്ലാത്തുക്കും നോമ്പൈത്ത് ಬೇನು. കാലി ബൈത്തിക്ക് മാത്രം നോമ്പല്ല, ബൈത്തുക്കും നോമ്പ് ಬೇನು. ಅದು ಎಂದೈತಿക്കിട്
ഈ നോമ്പുടെ ഒരു ഭാഗം എത്തിക്കിട്. ഇതിൽ എല്ലാത്തെ കാട്ടി യാര ഞങ്ങളെ നാവുకు നോമ്പ് വേണോ ചൊന്തു നാവുളെത്തിക്കിട് ചെമ്മ അപകട സംഭവിക്കേ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു സമൂഹത്തെ മധ്യത്തിൽ നിങ്ങൾ നോമ്പ് പിടിക്കുമ്പോൾ ചെമ്മ പ്രോബ്ലംസ് ചെമ്മ പലക്ക ചെമ്മ വൈമനസ് ഉണ്ടാവുന്ന ചാൻസസ് ഉണ്ടു. അപ്പം ഒരു എതിരുള്ളതായ മനുഷ്യൻ നിങ്ങളെ ಬಗ್ಗೆ എന്തായെങ്കിൽ അവഹേളന എന്തായെങ്കിൽ ഒരു അർസത്തെ പലക്ക ചൊന്നെന്തായെങ്കിൽ നിങ്ങൾ അവൻ്റെ മറ്റ ചൊല്ലറോ എന്നേ ഇനി സഹായം ചൊന്തു ചൊല്ലോ ചൊന്തു നാക്ക് നോമ്പുണ്ടു ಅಂತು. ಇದೈತಿಕಿಡು ഞങ്ങളെ നോമ്പിൽ നീത്ത ഞങ്ങളെ സ്വഭാവ ബദലാവണത് ആവണത് ബാക്കിൻ്റെ ആൾമാർക്ക് പിടിയാവിടെ. ഇത് ഞങ്ങളെ നോമ്പിൽ നീത്ത ബാക്കിൻ്റെ ആൾമാർക്ക് പ്രകട്ടാവണോ. ഇതൈത്തിക്കിട് പഠിച്ചോണ്ട് ഞങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കണേ ഞങ്ങളെ സ്വഭാവം നല്ലാക്കി തീർക്കണം മനസ്സിലാവണല്ലേ. ഇതിന് വിരുദ്ധമായിട്ടിക്കിട് ചെമ്മത്തെ ബാലക്കാർ ഞാൻ ഇതിൽ സ്പെഷ്യലായിട്ട് ബാലക്കാരന്മാരെ യാരെ ചൂണ്ടിത്ത് കാട്ടിക്കാറുന്നതായ കാരണം എന്താ ചെന്നതായെങ്കിൽ യാരത്തെ ബാലക്കാർ ഇണ്ട് പൈച്ച് തേക്കുമ്പത്തുകു അവിടെ അനക്ക് ബണ്ടതായ അർസ അല്ലേ പസി തടയകാവല്ലേ. സ്പെഷ്യലായിട്ട് ഇണ്ടത്തെ സെക്കൻഡ് ടൈമു ತಾಗ ಒರ್ಮೋತುಲ್ ಪಸಿ ಇದು ಜಂಡುಂ ಕೆಟ್ಟಿತೈತಿಕ್ರಿ ನಂಗೆ ನೋವು ಪಿಡಿಕ್ರಿ ಅಪ್ಪ ಎಂದಾಯಂಗೆ ಅವರು ಅಚಾನಕ್ ಎಂದಾಯಂಗೆ ಅವರು ಪ್ರಾಬ್ಲಮ್ಸ್ ನಂಗೆ ಎದುರು ಬಂದ ಸಾತಿಗೆ ನಂಗೆ ಬಂಡದಾಯ ಅರ್ಸ ಅಪ್ಪ ನಂಗೆ ಚೊಂತುಕೊಂಡು ಅಂದರೆ ಇದಾ ನಕ್ಕೆ ನೋವುಂಡು ನನ್ನ ಬಿಟ್ಟ ಕಲಿಕಂಡ ಚೆಮ್ಮೆ ಚೊಂತು ನೋವುಡೆ ಕಾಟಿತ್ತು പേടിപെട്ടു. ആക്ച്വലി എന്തിനു വേണു നോമ്പുടെ നീത്ത ബാക്കിന്ന ആൾമാർ നാളെ കണ്ടിട്ട് പാട്ട പഠിക്കുന്നു. അതല്ല ഞങ്ങൾ നോമ്പുടെ കാട്ടിത്ത് അവൻ്റെ പേടിപ്പാട്ടേ ദാ നക്ക് നോമ്പുണ്ടു ഞാൻ നോമ്പ് തിന്നൽ പിന്നെ എനിക്ക് പടിപാട്ടരുന്നു. ഇങ്ങനത്തെ പലക്കെല്ലാം നാവല് ബണ്ടതായ തപ്പായിത്തിക്കിട് ഇങ്ങനെ ഞങ്ങളെ മനസ്സിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ പലക്ക ഞങ്ങൾക്ക് ബണ്ടുത്തായെങ്കിൽ ഈ നോമ്പ് കൊണ്ടിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രയോജനം ഇല്ല ಅಂತ സഹോദരന്മാരെ. അപ്പം ഈ കഷ്ടത്തിലെല്ലാം ഈ മെഹനത്ത് കൊണ്ട് ഞങ്ങൾ പിടിക്കുന്നതായ നോമ്പ് ഇതിൽ ഞങ്ങൾക്ക് എന്തിനായെങ്കിൽ ഒരു ലാഭം വേണ്ടേ. അതെങ്ങനെ പഠിച്ചോണ്ട് ഞങ്ങൾക്ക് തൻ്റെതായ ലാഭ. അപ്പം ഒരു ഖുർആൻ്റെതായ ഒരു 5 ആയത്ത് നിങ്ങളെ എതിരുന്നാണ് ഓദിത്ത് ഇതിനെ പ്രാധാന്യത്വം അതേപോലെ ಇದಕ್ಕೆ കിട്ടുന്നതായ ലാഭ ಬೆನಿಫಿಟ್ ಎಂದ್ರೆ ಚೊಂತು ನಂಗೆ മനസ്സിലാക്കാൻ സാധ്യമാണ്. കാരണം എന്തായെങ്കിൽ ഈ നോമ്പുറണീത്ത ഞങ്ങൾ തഖ്വ കൈകൊണ്ടെന്തായെങ്കിൽ പഠിച്ചോണ് ഖുർആൻ ചൊല്ലിട്ട് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ സൂറ മാഇദത്തെ 27-ാമത്തെ ആയത്ത്. ആദം നബിയുടെ മക്കളെ സംഭവത്തിക്ക് ചരിത്ര ನಾನು ಅದು ವಿಶದೀಕರಿಕಿಲ್ಲ. ഇതിൽ ലാസ്റ്റിക്ക് ചൊല്ലേ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ಖಂಡಿತമായിട്ടും ദൈവഭക്തി പഠിച്ചോണ്ട് പേടിയുള്ളതായ ആൾമാരെ കർമ്മത്തെ മാത്രമേ അങ്ങനെ അമലിനെ അങ്ങനെ ഇബാദത്തിനെ മാത്രമേ പഠിച്ചോന്ന് സ്വീകരിക്കരുത് നോക്കൂ. അപ്പം ആ തക്വ കൊണ്ടെത്തി എടുക്കുന്നതായ ഇബാദത്തെ തിക്കിട് പഠിച്ചോന്നും സ്വീകരിക്കരുത്. ಇನ್ನೊಂದು ಆಯത്തിൽ പഠിച്ചോന്ന് ചൊല്ലേ സൂറ ആൽ ഇമ്രാന്റെ 76-ാമത്തെ ആയത്തിൽ ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ ചൊല്ലും. പഠിച്ചോನು ಖಂಡಿತമായിട്ടും ദൈവഭക്തി പഠിച്ചോണ്ട് പേടിച്ചിട്ട് നടക്കുന്നതുകൊണ്ട് പഠിച്ചോണ് പിർസാക്കറ ചൊന്തു. അതേപോലെ നോക്കൂ സൂറ ആറാഫിലെ 35-ാമത്തെ ആയത്തിൽ പഠിച്ചോന്ന് ചൊല്ലി ഫമനിത്തഖ വഅസ്ലഹ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ ചൊന്തു. ഫമനിത്തഖ ഓർത്ത തഖ്വ ഉള്ളതായ ഒരു മനുഷ്യ അസ്ലഹ അവന് അവൻ്റെ ജീവനത്തെ സുധാരണ ആക്കിയ അല്ലെങ്കിൽ അവൻ്റെ ജീവനത്തെ അവന് ശരിയാക്കിയ എന്തായെങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അവನು നാളെ യാതൊരു പേടിക്കേണ്ടതില്ല അവನು ವ್ಯತ್ಯಪಡേണ്ടതില്ല അവന് ಬೇಜಾರಾವಣಂತುമില്ല ಎಂತು. ಇದೈತಿಕಿಡು പഠിച്ചോണ്ട് ഞങ്ങൾക്ക് തൻ്റെതായ പ്രതിഫല. ಇನ್ನೊಂದು ಆಯത്തിൽ നോക്കൂ സൂറ അൻ-നബൽ 31-ാമത്തെ ആയത്തിൽ പഠിച്ചോണ്ട് ചൊല്ലി ഇന്ന ലിൽ മുത്തഖീന മഫാസ. ಖಂಡಿತമായിട്ടും അള്ളാഹുടെ പേടി ഉള്ളംകൈത്തിക്കിട് നാളെ ആഖിറത്തിൽ വിജയ ജന്തു അവിടെ അങ്ങ വിണ്ണവിടെ ഇതേ തക്വ ഉള്ളതായ ആൾമാരായിത്തിക്കിട ജന്തു. അപ്പം തക്വ ആയിത്തിക്കിട് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ ಇನ್ನೊಂದು ആയത്തിൽ ചൊല്ലി നോക്കൂ സൂറ സുഖ്റൂഫിലെ 35-ാമത്തെ ആയത്തിൽ വൽ ആഖിറതു ഇൻദ റബ്ബിക ലിൽ മുത്തഖീൻ ജന്തു. അള്ളാഹുടെ പക്കലുള്ളതായ ആഖിറ അത് ആർക്ക് കിട്ടേ അത് കിട്ടേ ആള് തഖ്വഉള്ളവനെ എത്തിക്കാൻ ചൊന്തു നല്ലതായ ആഖിറ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പഠിപ്പാട്ടിയ ഒരു ദുആ ഉണ്ട്. അതെന്തേ എല്ലാ ദുആത്തെ കാട്ടി നല്ല ഒരു ദുആ എല്ലാവർക്കും വായ്പാട്ടുള്ളതായ എല്ലാവരും ദിനനിത്യ ദുആർക്കിടതായ ഒരു ദുആ എത്തിക്കിട്. അതെന്തേ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. പടച്ചവനെ ഈ ദുനിയാവിലും നക്ക് നീ നല്ലത് താ
അതേപോലെ നാളെ ആഖിറത്തിലുണ്ടಕ್ಕೆ ನೀನು ನಲ್ಲದಾಜಂತು ಅಪ್ಪ ನಾಳೆ ಆಖಿರ ನಲ್ಲದೈತಿ ಕಿಟ್ಟணும் ತಾಯಿ ಎಂದ್ರೆ ಬೇನು ಸಹೋದರಮಾರೆ ನಂಗೆ ഇതിൽ മനസ്സിലാവಡೆ തഖ്വ നമുക്ക് അതി മുഖ്യമായിട്ടിക്കിട് തഖ്വ ആയിട്ടിക്കിട് ഇതുക്കുള്ളതായ ഹത്യാർ ഈ തഖ്വ ഞങ്ങ കരസ്ഥമാക്കണമെങ്കിൽ നല്ല രൂപത്തിൽ ഞങ്ങൾ എന്തിനു വേണു നോമ്പ് പിടിച്ചിട്ട് വേണു ഈ നോമ്പിന് നല്ല സൂക്ഷ്മതയോടെ കൂടെ നല്ല പിർസത്തോടെ കൂടെ നല്ലതായ ആഖിറത്തിനെ ഉദ്ദേശിച്ചിട്ട് അതേപോലെ ഞങ്ങൾക്ക് സ്വർഗത്ത് പോകണം ചുറ്റുള്ളതായ ഒരേ ഒരു നീയത്ത് വെച്ചിട്ട് ഞങ്ങൾ എന്താക്കണോ ഈ നോമ്പിനെ പിടിക്കുക തയ്യാറാവണോ അള്ളാഹു അങ്ങനത്തേതായ നോമ്പ് പിടിക്കുക ഞങ്ങൾക്ക് അനുഗ്രഹിക്കട്ടെ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.